നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിനും കുരുമുളകിനും മുന്നേറ്റം. നിക്ഷേപകർക്ക് ആവേശം പകർന്ന് റബ്ബർ അവധി വിലകളിൽ ഉണർവ്. ജപ്പാനീസ് നാണയമായ യെന്നിൻ്റെ മൂല്യം വീണ്ടും ഇടിഞ്ഞത് വിദേശ ഇടപാടുകാരെ നിക്ഷേപകരാക്കി. എന്നാൽ ചൈനീസ് വ്യാവസായിക മേഖലയിൽ നിന്നും റബ്ബറിന് ഡിമാൻഡ് കുറവാണ്. കിലോയ്ക്ക് 324 യെന്നിൽ നിന്നും 331 വരെയും ഉയർന്നു. റബ്ബറിന് 340 യെന്നിനുള്ള പ്രതിരോധം തകർക്കാൻ ആവശ്യമായ കരുത്ത് ഇനിയും കണ്ടെത്തിയില്ല. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കാലാവസ്ഥ തെളിയുന്നത് റബ്ബർ ഉൽപ്പാദനം ഉയർത്തും. ബാങ്കോക്ക് വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല. സംസ്ഥാനത്തെ തെളിഞ്ഞ കാലാവസ്ഥ അവസരമാക്കി ഒട്ടുമിക്ക ഭാഗങ്ങളിലും പുലർച്ചെ തന്നെ ടാപ്പിങ്ങിന് കർഷകർ ഉത്സാഹിച്ചു. ക്രിസ്മസ് ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ചരക്ക് വിൽപ്പനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ചെറുകിട കർഷക കുടുംബങ്ങൾ. വിയറ്റ്നാമിൽ കുരുമുളക് വില ഇന്ന് കിലോ 1.5 ലക്ഷം ഡോങ്ങിലേക്ക് ഉയർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ പല ഭാഗങ്ങളിലും വ്യാപക കൃഷിനാശം സംഭവിച്ചത് സ്റ്റോക്ക് എടുക്കുന്നവരെ ചരക്ക് വിൽപ്പനയിൽ നിന്നും പിന്തിരിപ്പിച്ചു. വിദേശ ഓർഡറുകൾ പ്രകാരമുള്ള ഡിസംബർ ഷിപ്മെൻറ്റുകൾ പൂർത്തിയാക്കാൻ ലഭ്യമായ ചരക്ക് വില ഉയർത്തി സംഭരിക്കാൻ കയറ്റുമതി മേഖല ഉത്സാഹിച്ചു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.